Praise the Lord. Praise the Lord. നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. Thank you for being here again. വീണ്ടും നിങ്ങളിവിടെ വന്നതിൽ വളരെ സന്തോഷിക്കുകയാണ്. I think it's a wonderful, relaxing time that you had. കുറച്ച് സമയം വിശ്രമിക്കാൻ കിട്ടിയെന്ന് കരുതുന്നു. And let me continue that same thing. നമ്മൾ രാവിലെ ചിന്തിച്ചുകൊണ്ടിരുന്ന അതേ ഭാഗം തുടർന്നും നമ്മൾ തുടരുകയാണ്. Tomorrow morning after first session I must leave. നാളെ രാവിലത്തെ ആദ്യത്തെ സെഷൻ കഴിഞ്ഞിട്ട് എനിക്ക് ഇവിടുന്ന് പോകേണ്ടതുണ്ട്. And walking with Enoch is a thing that I'm going to speak till tomorrow night, tomorrow afternoon. നാളെ വരെയുള്ള സമയത്ത് ദൈവത്തോടു കൂടെ നടക്കുക, ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു എന്നുള്ള ആ ഭാഗമാണ് ഇവിടുത്തെ നമ്മുടെ പ്രധാന ചിന്താവിഷയം. In the last session we concluded with the topic walking with God is very important. നമ്മൾ രാവിലെ നിർത്തിയ സെഷൻ ദൈവത്തോടു കൂടെ നടക്കുന്നതിൻ്റെ പ്രാധാന്യം എന്നുള്ള വിഷയത്തിലായിരുന്നു. And lot of things we are doing it as a symbol, but the reality we must have oneness with God in our heart. ദൈവത്തോടു കൂടെ നടക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമായിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ അതിലേറെ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തോടൊപ്പം നടക്കുന്ന ഒരു യോജിപ്പുണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് പറഞ്ഞത്. This session I would like to speak on certain things. Once we come to Christ, our life is totally different. ഇന്ന് തുടർന്നുള്ള സമയത്ത് സംസാരിക്കുന്നത് ക്രിസ്തുവിൽ നമ്മൾ വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിനുണ്ടാകുന്ന മാറ്റം എന്നുള്ള വിഷയമാണ്. There are two life is there, before Christ and after Christ. ഒരു വ്യക്തിക്ക് രണ്ട് തരത്തിലുള്ള ജീവിതമാണ് ഉണ്ടാകുന്നത്. ക്രിസ്തു വരുന്നതിന് മുമ്പുള്ളൊരു ജീവിതവും ക്രിസ്തു വന്നതിന് ശേഷമുള്ള ഒരു രൂപാന്തര ജീവിതവും. Before we accept Christ, our thinking, our attitude, our behavior, everything was different. ക്രിസ്തുവിനെ നമ്മൾ കൈക്കൊള്ളുന്നതിന് മുമ്പുള്ള കാലമെന്ന് പറയുന്നത് നമ്മുടെ ചിന്ത, നമ്മുടെ മനോഭാവം, സകലത്തിലും അതെല്ലാം മറ്റൊന്നായിരുന്നു. So after we accept Christ, our life is changing. എന്നാൽ ക്രിസ്തുവിനെ നമ്മൾ കൈക്കൊണ്ടതിന് ശേഷം നമ്മുടെ ജീവിതം മാറാനിടയായി. That changing of the transformation is not happening just in one day. ഒരു വ്യക്തിയുടെ രൂപാന്തരം അല്ലെങ്കിൽ ആ മാറ്റം സംഭവിക്കുന്നത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. Many times any new believer comes to the church, ഏതെങ്കിലും ഒരു പുതിയ വിശ്വാസി സഭയിലേക്ക് വരുമ്പോൾ, new born again person, ഒരു പുതുതായി വീണ്ടും ജനിച്ച വ്യക്തി വരുമ്പോൾ, the initial time lot of things he won't do correct. ആദ്യം വരുന്ന ഒരു വ്യക്തി ചെയ്യുന്നതെല്ലാം കൃത്യമായ കാര്യങ്ങളോ ശരിയായിട്ടുള്ളതോ ആയിരിക്കുകയില്ല. The way he speaks, the way he dresses, his manner, a lot of things are different. തൻ്റെ സംസാരം അല്ലെങ്കിൽ താൻ ധരിക്കുന്ന വസ്ത്രധാരണം അതൊക്കെ ചിലപ്പോൾ ശരിയായെന്ന് വരത്തില്ല. But if you look at his life, എന്നാൽ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് നോക്കിയാൽ, day by day, അനുദിനം when he hears the word of God, വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ the transformation is happening. അവനിൽ ചില രൂപാന്തരങ്ങൾ നടക്കുന്നത് കാണാൻ പറ്റും. Like a baby in the incubator. ആ ഒരു ഇൻക്യുബേറ്ററിലായിരിക്കുന്ന ആ ഒരു കുഞ്ഞിൻ്റെ, ഒരു ശിശുവിൻ്റെ രീതി പോലാണ്. So the transformation is happening. ആ കുഞ്ഞിനൊരു വ്യത്യാസം വരുന്നത് പോലെ ഈ വീണ്ടും ജനിച്ച വ്യക്തിക്ക് ഒരു വ്യത്യാസം വരുന്നു. In many churches, the people are not understanding this basic thing. പല സഭകളിലെയും വ്യക്തികൾക്ക് അല്ലെങ്കിൽ വിശ്വാസികൾക്ക് ഈ ഒരടിസ്ഥാന ജീവിത ശൈലി അറിയത്തില്ല എന്നുള്ളതാണ്. So when he enters into the church, the very initial time all the believers are thinking he will just behave like them. ഈ പുതിയ വിശ്വാസി വരുമ്പോൾ പഴയ വിശ്വാസികളുടെ ധാരണ എന്താണെന്നറിയാമോ? നമ്മൾ ഇത്രയും നാൾ ഇരുന്ന വിശ്വാസികളെ പോലെ തന്നെ പുതിയ ആൾ വരുന്നവരും പെരുമാറണമെന്നാണ്. It is impossible. പ്രിയരെ, അത് അസാധ്യമായൊരു കാര്യമാണ്. So when we all came first time into the church, ഇനി വേറൊന്നും വേണ്ട, നമ്മൾ ആദ്യം സഭയിൽ വന്നപ്പോൾ ഉള്ള കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. one time one believer
she's a newborn Christian. ഒരിക്കലൊരു സഹോദരി, അവള് ഒരു പുതിയ വിശ്വാസിയാണ്. And certain things, the way she dressed was not really good. അവൾ സഭയിൽ ആദ്യം വന്നപ്പോൾ അവളുടെ വസ്ത്രധാരണം അത്ര ശരിയല്ലായിരുന്നു. And everybody was looking at her like in a very different way. നേരെ ഈ പഴയ വിശ്വാസികളുണ്ടല്ലോ, ഭക്തര്, അവരുടെ ആ നോട്ടമൊക്കെ ഒന്ന്, ആ സഹോദരിയെ നോക്കുന്ന നോട്ടം ഒന്ന് കണ്ടാൽ മതി. They are all very big Pharisees and Sadducees. ഈ സഭയ്ക്കകത്തിരിക്കുന്ന പല സൈസും ഉണ്ടല്ലോ, ഈ പഴയ ഇതുണ്ടല്ലോ, പരീശന്മാരും ശാസ്ത്രിമാരുടെ ആ ഒരു നോട്ടത്തിലാണ് പുതിയ ആളുകൾ വരുമ്പോൾ നോക്കുന്നത്. And only one sister, she came and telling, Pastor, she's not correct, Pastor, blah 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 like that. പെട്ടെന്ന് ഒരു സഹോദരി എഴുന്നേറ്റ് വന്നിട്ട് പറയുകയാണ്, പാസ്റ്ററെ അവളെ നോക്കിയോ, അവളാള് ശരിയല്ല കേട്ടോ. I said, cool down. അപ്പം ഞാൻ പറഞ്ഞു, പോട്ടെ സഹോദരി പോട്ടെ, You sit down for a minute. സഹോദരി ഒന്നിരിക്കാൻ പറഞ്ഞു. I was having her photo in my album which was taken 20 years before. ഈ പുതിയ വിശ്വാസി വന്നപ്പോൾ കംപ്ലൈന്റ് പറയാൻ വന്ന വിശ്വാസിയുടെ 20 വർഷം മുമ്പുള്ള ആദ്യം സഭയിൽ വന്നപ്പോഴുള്ള ഒരു ഫോട്ടോ എൻ്റെ ആൽബത്തിലുണ്ടായിരുന്നു. So I brought that photo and showed her. Just look at this lady. Can you recognize her? ഈ പരീക്ഷ പ്രമാണിയെ ഞാൻ ആ ആൽബം തുറന്ന് കാണിച്ചിട്ട് ചോദിച്ചു, ഈ ആൾ ആരാണെന്ന് പിടികിട്ടുന്നുണ്ടോ? And she said, yes pastor, that's me. നേരം തല ചൊറിഞ്ഞുകൊണ്ട് പറയുകയാണ്, ഓർക്കുന്നുണ്ട്. So 20 years before you were like this. ഞാൻ പറഞ്ഞു, സഹോദരി 20 കൊല്ലം മുമ്പത്തെ നിന്റെ അവസ്ഥ ഇതായിരുന്നു. But if I tried to handle you as a police inspector, you would have gone out of the church a long time back. അന്ന് വന്ന സമയത്ത് നിന്നെ ഞാൻ ഒരു പോലീസ് ഇൻസ്പെക്ടർ ഒരു പ്രതിയെ കൈകാര്യം ചെയ്യുന്നത് പോലെ അന്ന് ചെയ്തിരുന്നെങ്കിൽ നീ സഭയെന്നല്ല, നീ ലോകത്ത് തന്നെ കാണത്തില്ലായിരുന്നു. Now the way that you are looking different from the how you were looked in the photograph, the only thing, God's mercy and God's word and my patience have helped you. എന്നാൽ ഇപ്പോൾ നീ ഇരിക്കുന്ന നിന്റെ ഈ സ്ഥിതി ഉണ്ടല്ലോ, രണ്ട് കാര്യം കൊണ്ട്, ഒന്ന് ദൈവത്തിന്റെ നിശ്ചലമായ കരുണയും എന്റെ ക്ഷമയും നിമിത്തമായി ഇന്ന് നീ ഈ പരുവത്തിൽ ഇവിടെ കാണുന്നെന്ന് പറഞ്ഞു. But if I treated you hardly, you would have gone left me long time back. അന്ന് നീ എടുത്ത ഇതേ മനോഭാവം ഞാൻ എടുത്തിരുന്നെങ്കിൽ നീ ഇവിടെ കാണത്തില്ല. But in past 20 years I never scolded you. നിന്നെ കഴിഞ്ഞ 20 കൊല്ലത്തിനിടയ്ക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ നിന്നെ ശാസിച്ചിട്ടുണ്ടോ? I never made any kind of hard words towards you. നിനക്കെതിരെ എന്തെങ്കിലും പരുഷമായ വാക്കുകൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടോ? I just preach only the word of God. വചനത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള കുത്തുവാക്കുകൾ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? This word brought the transformation in your life. ഇന്ന് നിന്നിൽ കാണുന്ന മാറ്റങ്ങൾ മുഴുവൻ കൊണ്ടുവന്നത് ഈ തിരുവെഴുത്താണെന്ന് ഞാൻ പറഞ്ഞു. So this is the thing every believer has to understand. എല്ലാ വിശ്വാസികളും ദൈവമക്കൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, നമ്മൾ വന്നപ്പോൾ ഉണ്ടായ മാറ്റം ചിന്തിക്കേണ്ടതാണ്. We are not Christian religious people, we are the Christian believers. നമ്മൾ അഭക്തരായിട്ടുള്ള ഒരു കൂട്ടം ആളുകളല്ല, നമ്മൾ ക്രിസ്തുവിന്റെ മക്കളാണ്, നമ്മൾ ദൈവ പൈതലാണ്. Within 24 hours if you try to change somebody, you are a religious man. ആമേൻ. പാതിരാമണൽ വന്നതുപോലെ ഒറ്റ രാത്രി കൊണ്ട് നിനക്കൊരു മാറ്റം വരിക എന്ന് പറഞ്ഞാൽ നീ ഒരു ഭക്തനോ ആയി തീരേണ്ടതുണ്ട്. By your rules and regulation, when you try to change a person, we are moving our Christian into a religion. നമ്മൾ ഈ നിയമങ്ങളും സംഹിതകളും മാത്രമായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ ദൈവമക്കളുടെ സ്ഥാനത്തല്ല നിൽക്കുന്നത്, മറിച്ച് നമ്മൾ ലോകത്തിലെ പല പ്രധാന മതങ്ങളെ പോലെ ഒരു മതമായി നമ്മളും തീരുകയാണ്. The Bible is not full of religion, it is full of truth. വചനം എന്ന് പറയുന്നത് മതമല്ല, ഇതിനകത്ത് മുഴുവൻ ജീവനാണ്, സത്യമാണ്. The first thing you have to hear the truth. ഒന്ന്, നമ്മൾ ആ സത്യം കേൾക്കണം. Second, you have to believe the truth. രണ്ടാമത്, കേട്ട സത്യം പോലെ ജീവിക്കണം. And you must believe the truth. നിങ്ങൾ ആ സത്യം വിശ്വസിക്കണം. Then we have to bring that faith into a practice. എന്നിട്ട് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ആ വിശ്വാസം കൊണ്ടുവരണം. So that is a Christian life. ഇതാണ് ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. That's why Paul is writing. പൗലോസ് എഴുതുന്നത്, when I was a child,
ഞാനൊരു ശിശുവായിരുന്നപ്പോൾ I spoke like a child, I behaved like a child. ഒരു ശിശുവിനെ പോലെ ഞാൻ സംസാരിച്ചു. After I come to the maturity. എന്നാൽ ആ പക്വതയിലേക്ക്, പ്രായത്തിന്റെ അളവിലേക്ക് വന്നപ്പോൾ, So in the Christian maturity has two sides. ഒരു ക്രിസ്തീയ പക്വതയ്ക്ക് രണ്ട് തലങ്ങളാണ് ഉള്ളത്. So when we come to Christ in the first time, ക്രിസ്തുവിലേക്ക് ഒരു വ്യക്തി ആദ്യം വരുമ്പോൾ, our life was full of wrong things. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു തെറ്റുകളുടെ കൂമ്പാരമാണ്. Our behavior was not good. നമ്മുടെ പെരുമാറ്റം ശരിയല്ല. The way we talk was not good. നമ്മുടെ സംസാര രീതി ശരിയല്ല. Our friendship was not good. നമ്മുടെ കൂട്ടുകെട്ട് ശരിയല്ല. Our habits was not good. ശീലങ്ങൾ നല്ലതല്ലായിരുന്നു. Our hobbies were not good. നമ്മുടെ ഇഷ്ടവിനോദങ്ങൾ നല്ലതല്ലായിരുന്നു. The way we dress was not good. നമ്മൾ ധരിക്കുന്ന വസ്ത്രധാരണം ശരിയല്ലായിരുന്നു. So when the word of the Lord comes, എന്നാൽ വചനം നമ്മിലേക്ക് വന്നുകൊണ്ടിരുന്നപ്പോൾ, before we get the transformation in our life, the transformation comes in our mind. നമ്മുടെ ഹൃദയത്തിലേക്ക് രൂപാന്തരം വരുന്നതിന് മുമ്പ് മാറ്റം ആദ്യം നടക്കുന്നത് നമ്മുടെ ബുദ്ധി വൈഭവത്തിലാണ്, നമ്മുടെ ചിന്തയിലാണ്. So the Paul is writing, renewing your mind. അതുകൊണ്ട് അപ്പോസ്തലൻ റോമാലേഖനത്തിൽ എഴുതിയത് നിങ്ങളുടെ മനസ്സിന്റെ പുതുക്കത്തെ കുറിച്ച്. In the Romans 12:1-3 it says, റോമർ 12:1 മുതൽ 3 വരെ ഉള്ള വാക്യങ്ങൾ, when the renewing of the mind, നിങ്ങളുടെ മനസ്സിന്റെ പുതുക്കത്തെ കുറിച്ച്, it can come only by receiving the truth and accepting the truth. ഈ സത്യത്തെ നിങ്ങൾ അംഗീകരിക്കുന്നതിലൂടെ, അതിനെ കൈക്കൊള്ളുന്നതിലൂടെ മാത്രമേ നിങ്ങൾക്ക് രൂപാന്തരം, മനസ്സിനെ പുതുക്കാൻ പറ്റുകയുള്ളൂ. So the part number 1, ഒന്നാമത്തെ ഭാഗം, leaving all wrong things. തെറ്റായിട്ടുള്ളത് ഉണ്ടെങ്കിൽ ആ തെറ്റായിട്ടുള്ളത് മുഴുവൻ നീക്കിക്കളയുക എന്നതാണ്. Let me read one scripture from the Bible. നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്യം വായിക്കാം. 1 Corinthians chapter number 6. 1 കൊരിന്ത്യർ 6-ാം അധ്യായം from 9 to 12 I want to read. 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. 1 കൊരിന്ത്യർ 6:9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. 9 to 12. The Bible says, "Know ye not the unrighteous shall not inherit the kingdom of God? But be not deceived, neither fornicators, nor idolaters, nor adulterers, nor effeminate, and nor abusers of themselves with the mankind, nor thieves, nor cowards, and the drunkards, and the revelers, and exhorters, and shall not inherit the kingdom of God." You can read, brother. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ഠാണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു. എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ടെങ്കിലും ഞാൻ യാതൊന്നിനും അധീനനാകയില്ല. The Bible says, in some of we were like that. വചനം പറയുന്നു, നമ്മിൽ ചിലര്, നിങ്ങളിൽ ചിലരും അങ്ങനെ തന്നെ ഉള്ളവരായിരുന്നു. But what happened? എന്നാൽ എന്ത് സംഭവിച്ചു? We are washed and sanctified. നമ്മൾ കഴുകപ്പെടുകയും നമ്മൾ ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്തു. Justified in the name of the Lord Jesus Christ. കർത്താവായ യേശുവിന്റെ നാമത്തിൽ നമ്മൾ നീതീകരിക്കപ്പെട്ടു. So the taking the things away from our life is the part number 1. ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് നമ്മിലുള്ളതായ തെറ്റായ ഭാഗത്തെ നീക്കുക എന്നുള്ളതാണ്. But the second part is very, very important. രണ്ടാം ഭാഗം വളരെ പ്രാധാന്യമുള്ളതാണ്. We have to put on certain things. ചിലത് നീക്കാനാണെങ്കിൽ രണ്ടാമത്തെ ഭാഗം ചിലതിനെ നമ്മൾ സ്വീകരിക്കാനുള്ളതാണ്, ധരിക്കാനുള്ളതാണ്. A lot of believers are struggling in the second part. ഈ വിശ്വാസ സമൂഹത്തിൽ പലരും കഷ്ടപ്പെടുന്ന ഒരു മേഖല എന്ന് പറയുന്നത് രണ്ടാമത്തെ ഭാഗമാണ്. Before they come to Christ, they must be a drunkard. Now they are not drinking. ക്രിസ്തുവിൽ വരുന്നതിന് മുമ്പ് നേരത്തെ അവർ ഭയങ്കര കുടിയായിരുന്നു, ഇപ്പൊ കുടിക്കത്തില്ല.
The smoking is gone. പുക വലിക്കുമായിരുന്നു, ഇപ്പൊ വലിക്കത്തില്ല. Speaking lie is gone. നുണ പറയുമായിരുന്നു, ഇപ്പൊ നുണയൊന്നും പറയത്തില്ല. 24 hours listening to the cinema, that is gone. നേരത്തെ സിനിമാ കോട്ടകൾ കയറി ഇറങ്ങി നടക്കുമായിരുന്നു, ഇപ്പൊ സിനിമാ കോട്ട കയറി നടക്കുന്നില്ല. The way they dress is totally changed. അവരുടെ വസ്ത്രധാരണം പൂർണ്ണമായും മാറി. These are all the things that we are removing out from our life. നമ്മുടെ ജീവിതത്തിൽ നിന്ന് വേണ്ടാത്തതായിട്ടുള്ള നീക്കം ചെയ്ത കാര്യങ്ങൾ ഇവയൊക്കെയാണ്. But the part number 2 is, എന്നാൽ രണ്ടാം ഭാഗം എന്ന് പറയുന്നത്, after we take all these things, we are not come to the fullness that to be called as a Christians. ക്രിസ്തുവിന്റെ മക്കളാണ് അല്ലെങ്കിൽ ദൈവമക്കളാണെന്ന് പറയപ്പെടാനായിട്ട് നമ്മെ ഉപകരിക്കുന്ന പലതിനെ സ്വീകരിപ്പാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ ഭാഗം. We only took all the wrong things out of our life. നമ്മുടെ ജീവിതത്തിൽ തെറ്റായ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അതെല്ലാം നമ്മൾ നീക്കം ചെയ്തു. But now we have to put on Christ. എന്നാൽ നമ്മൾ രണ്ടാമത്തെ വിഷയം വരുമ്പോൾ ക്രിസ്തുവിനെ നമ്മൾ ധരിക്കേണ്ടതുണ്ട്, ധരിക്കണം. That's why Paul is writing in his epistle. തന്റെ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നതിന്റെ കാരണം ഇതാ: I am preaching and teaching the gospel of Jesus Christ to bring you to the full maturity in Christ. ക്രിസ്തുവിന്റെ ആ പ്രായത്തിന്റെ പൂർണ്ണ അളവിലേക്ക് ഒരാൾ വരാനായിട്ടാണ് ഞാൻ പ്രസംഗിക്കുകയും നിങ്ങളെ ഉപദേശിക്കുകയും ചെയ്യുന്നതെന്നാണ് അപ്പോസ്തലൻ പറഞ്ഞത്. So this transformation is happening in every Christian life when they close walk with Christ. ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുമ്പോൾ മാത്രമേ ഒരു വ്യക്തിക്ക് രൂപാന്തരം എന്ന് പറയുന്നത് സംഭവിക്കുന്നുള്ളൂ. So just not only by changing some throwing all things out of my life, I am not become a good Christian. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നീക്കം ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് ആരും തന്നെ ഒരു നല്ല ദൈവപൈതലായി ഒരു വിശ്വാസിയായിട്ട് മാറുന്നില്ല. To make you understand very simple, ഞാൻ അതിനെ ഒരു ലളിത ഉദാഹരണത്തോടെ പറഞ്ഞു തരാം. removing all the things out of our life is equivalent to taking a good bath in the bathroom. ആ നല്ല ഒരു ബാത്റൂമിൽ കയറി നല്ല ഒരു കുളി പാസ്സാക്കുന്നതിന് തുല്യമാണ് നമ്മുടെ അകത്തുണ്ടായിരുന്ന കുറച്ച് ദുശീലങ്ങളും സ്വഭാവങ്ങളും ഒക്കെ നീക്കം ചെയ്യുന്നത്. So in the bathroom we have lot of things are there. എന്നാൽ ബാത്റൂമിൽ ഒരുപാട് വേറെ കാര്യങ്ങളും ഉണ്ടല്ലോ. We have soap, we have shampoo, we have plenty of water. For what? From head to the toe has to be cleansed and washed. എന്തിനാ ബാത്റൂമിനകത്ത് നല്ല പൈപ്പിനകത്ത് വെള്ളമുണ്ട്, സോപ്പുണ്ട്, ഷാമ്പു ഉണ്ട്. ഇതൊക്കെ നമ്മൾ എന്തിനാ എടുക്കുന്നത്? നമുക്ക് തല മുതൽ പാദം വരെ നന്നായിട്ട് കഴുകി ശുദ്ധരാക്കാനാണ്. So after you took complete bath, are you a perfect man, complete man? നല്ല ഒരു കുളി പാസ്സാക്കിയെന്നും പറഞ്ഞ് നമ്മൾ നല്ല പൂർണ്ണനായ ഒരു വ്യക്തിയായി തീരുന്നുണ്ടോ? Can you immediately go to the office like that? നിങ്ങൾക്ക് കുളി കഴിഞ്ഞ് ഇറങ്ങി അതുപോലെ തന്നെ ഓഫീസിലേക്ക് പോകാൻ പറ്റുമോ? No, now all the dirty things are gone out of you. നിങ്ങളുടെ ശരീരത്തിലെ അഴുക്കെല്ലാം പോയി. But now you have to put on certain things. നിങ്ങൾ കുളി കഴിഞ്ഞ് വരുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ശരീരത്തിലേക്ക് ധരിക്കണം. To cover your nakedness, you have to be completely dressed well. നിങ്ങളുടെ നഗ്നതയെ പൂർണ്ണമായും മറയ്ക്കാൻ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ശരീരത്തിലേക്ക് നിങ്ങൾ ധരിക്കേണ്ടതുണ്ട്. So Peter is writing very clear, we are called to be the partakers of God's divine nature. ആമേൻ. ക്രിസ്തുവിന്റെ ആ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളെന്നാണ് അപ്പോസ്തലനായ പത്രോസ് അതിനെ സംബന്ധിച്ച് പറഞ്ഞത്. The Bible says if any man is in Christ, he is a new creature. വീണ്ടും അപ്പോസ്തലൻ പൗലോസ് പറയുക കൊരിന്ത്യ ലേഖനത്തിൽ, ഒരുത്തൻ ക്രിസ്തുവിലായാൽ, ഒരുവൻ അല്ലെങ്കിൽ ഒരുവൾ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. And he says, വീണ്ടും പറയുന്നു, all old things are passed away. ഇതാ പഴയതെല്ലാം കഴിഞ്ഞുപോയി. The scripture is not stopped with that. അവിടം കൊണ്ട് ക്രിസ്തീയ ജീവിതം തീരുകയല്ല. And again the Paul says, വീണ്ടും പൗലോസ് പറയുന്നു, all old things are passed away. ആമേൻ, പഴയതെല്ലാം കഴിഞ്ഞു പോയെന്നുള്ള ശരിയാ. All my bad habits and behaviors and entertainment, everything passed away. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതായ സകല ദുശ്ശീലങ്ങളും സ്വഭാവങ്ങളും നമ്മിൽ നിന്നും പാടെ മാറിപ്പോയി. But now everything is becoming new. എന്നാൽ ഇതാ സകലതും പുതിയതായിരിക്കുന്നു. I hope you all understood what I'm trying to say. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. So getting out of the wrong things and getting ourselves into the right thing
is the most important thing. ക്രൈസ്തവ പക്വതയ്ക്ക് രണ്ട് ഭാഗമുള്ളത് ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ പക്വത നമ്മുടെ വേണ്ടാത്തതിനെ നീക്കിക്കളയുന്നതും, രണ്ടാമത്തെ പക്വത എന്ന് പറയുന്നത് വേണ്ടിയതിനെ ധരിക്കുന്നതുമാണ്. If you call anybody to say a testimony, ആരെങ്കിലും നമ്മൾ സാക്ഷ്യം പറയാൻ വിളിച്ചാൽ, most of the believers they always say what they all left. പല വിശ്വാസികളും പറയുന്ന സാക്ഷ്യത്തിൽ ഒറ്റ കാര്യം അവർ പറയാറുള്ളൂ. ഞാൻ സിനിമ കാണുമായിരുന്നു, സിനിമ നിർത്തി. ഞാൻ മദ്യപിക്കുമായിരുന്നു, മദ്യപാനം നിർത്തി. ഞാൻ പുകവലിക്കുമായിരുന്നു, പുകവലി നിർത്തി. ഈ കളഞ്ഞത് മാത്രമേ സാക്ഷ്യം പറയുന്നവർ പറയാറുള്ളൂ. But nobody is telling after that what all good things have come in their life. തൻ്റെ ജീവിതത്തിലേക്ക് വന്ന പുതിയ കാര്യങ്ങളെ കുറിച്ച് ഒരു വിശ്വാസിയും ആരോടും പറയാറില്ല. I throw all the bitterness out of my life, but I got the love of God in my heart. എൻ്റെ ജീവിതത്തിലെ കയ്പെല്ലാം ഞാൻ നീക്കിക്കളഞ്ഞെന്ന് പറയാറുണ്ട്. പക്ഷെങ്കിൽ ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ സ്നേഹം ഞാൻ ഏറ്റെടുത്തു ധരിച്ചെന്ന് പറയാറില്ല. Only by changing certain things of our the way we speak, the way we do things, our behaviors and dressing and all, if we think that is only a Christian life, we are in a Christian religion. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ എനിക്ക് കുറച്ച് ദുസ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു, അത് ഞാൻ മാറ്റിക്കളഞ്ഞു. ഇപ്പം ഞാൻ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത ഒരാളാണെന്ന് നീ പറയുന്നതിൽ കൂടെ നീ ഒരു നല്ല വിശ്വാസിയായി, ഒരു ദൈവപൈതലായി തീർന്നു എന്നതിന് അത് അർത്ഥമില്ല. We must get into the part of the God's divine nature. രണ്ടാമത്തെ ഭാഗത്തേക്ക് വരുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിലുള്ള ഒരു ദൈവപൈതലായി മാറുന്നത്. അവന്റെ ദിവ്യ സ്വഭാവത്തിന് നമ്മൾ കൂട്ടാളികളാകുമ്പോൾ. So that transformation, when it happens, ആ ഒരു രൂപാന്തരം എപ്പോഴാണ് നടക്കുന്നത്? when you travel and walk with God. ക്രിസ്തുവുമായിട്ട് ദൈവത്തോടൊപ്പം നിങ്ങൾ എപ്പം നടന്നു തുടങ്ങുമോ അവിടാണ് നിങ്ങളുടെ രൂപാന്തരം തുടങ്ങുന്നത്. Many people what they think, പലരും ചിന്തിക്കുന്നത്, to get and find certain things in our life, we have to pray long, we have to fast long. Fasting and praying is right. പലരും വിചാരിക്കുന്നത് എന്താണെന്നറിയാമോ? ഇപ്പം ക്രിസ്തീയ ജീവിതം നല്ലൊരു ക്രിസ്ത്യാനിയാണെന്ന് പറയണമെങ്കിൽ കുറച്ച് വേണ്ടാത്തതെല്ലാം കളയുക, അത് കഴിഞ്ഞ് നല്ല ദീർഘമായിട്ട് പ്രാർത്ഥിക്കുക, ഉപവസിക്കുക. ഇതൊന്നും വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പ്രാർത്ഥന, ഉപവാസം എല്ലാം നല്ലതാണ്. That only will never help you. എന്നാൽ അതല്ല നിന്നെ സഹായിക്കുന്നത്. Prayer is good, fasting is good, everything is good. പ്രാർത്ഥിക്കുന്നത് നല്ലതാ, ഉപവസിക്കുന്നത് നല്ലതാ. But if there is no transformation in our life, ജീവിതത്തിൽ ഈ പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും ഒരു മാറ്റവും വരുന്നില്ലെങ്കിലോ, your fasting and prayer will not be answered by God. നിന്റെ പ്രാർത്ഥനയും ഉപവാസത്തിന്റെ മറുപടി ലഭിക്കുന്നത് ദൈവത്തിൽ നിന്നുമല്ല. What is the difference between the prophets of Baal and prophets of Jehovah? യഹോവയുടെയും ബാലിന്റെയും പ്രവാചകന്മാർ തമ്മിലുള്ള വ്യത്യാസം എന്താ? The prophets of Baal, since morning they were shouting, screaming, crying, they are doing a lot of things. ഈ ബാലിന്റെ പ്രവാചകന്മാർ രാവിലെ തുടങ്ങി ഭയങ്കര ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കി അവസാനം അവരുടെ ശരീരം മുറിപ്പെടുത്തി അവര് വിളിച്ചപേക്ഷിച്ചു. Why they are too much of noise, they are trying to impress their God. അവരുടെ ധാരണ എന്തായിരുന്നു അറിയാമോ? ഒത്തിരി ഒച്ച വെച്ച് ബഹളം വെച്ച് കഴിഞ്ഞാൽ തങ്ങളുടെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ അവർക്ക് കഴിയുമെന്നായിരുന്നു. But my God will be impressed by only one thing. എന്നാൽ എൻ്റെ ദൈവം ഒച്ച കേട്ട് ഇംപ്രസ് ആകുന്ന ഒരുവനല്ല. When you start respecting the word of God, വചനത്തെ നീ എപ്പോൾ ബഹുമാനിക്കുമോ? and Elijah said, Lord, I did everything according to thy word. ഏലിയാവ് പറഞ്ഞതുപോലെ നീ പറഞ്ഞത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്ന് പറയുന്ന സ്ഥാനത്ത്, that small prayer, answer me Lord now. ഓ കർത്താവേ എനിക്ക് ഉത്തരം അരുളണമെന്നൊരു ചെറിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ തന്നെ, you have to prove me that I am thy servant. നിന്റെ ദാസനെന്ന്, അടിയൻ നിന്റെ ദാസനെന്ന് തെളിയിക്കണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ. And second thing, in Israel you are the God. രണ്ടാമത്തെ കാര്യം ഏലിയാവ് പ്രാർത്ഥിക്കുക, ഇസ്രായേൽ ദൈവം നീയാണെന്ന് ഇസ്രായേലിനെ വെളിപ്പെടുത്തണം. Third thing, I did everything according to your word. അവർക്ക് മനസ്സിലാകണം, നിന്റെ കൽപ്പന പ്രകാരമാണ് ഞാൻ ഇതൊക്കെ ചെയ്തെന്ന് വെളിപ്പെടണമെന്ന് പ്രാർത്ഥിച്ച മാത്രയിൽ Did God fail him? ആമേൻ. ദൈവം ഏലിയാവിനെ പരാജയപ്പെടുത്തിയോ? God never fails his children when they respect the word of God.
ദൈവത്തിന്റെ പൈതലെ, നീ വചനത്തെ പോലെ ജീവിക്കുമ്പോൾ നിന്നെ ഒരിക്കലും അവൻ പരാജയപ്പെടുത്തുന്ന ഒരു ദൈവമല്ല. If you respect the word of God, വചനത്തെ നീ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു ദൈവ പൈതലെങ്കിൽ God respects you. സഹോദര, സഹോദരി, ദൈവം നിന്നെ ആദരിക്കുന്നു. If you are standing in God's word side, ദൈവത്തിന്റെ വചനത്തിലാണ് നീ നിലകൊള്ളുന്നതെങ്കിൽ God is standing in your side. ആമേൻ. ദൈവം നിന്റെ പക്ഷത്ത് നിൽക്കും. No matter what problem you are facing, നിന്റെ ജീവിതത്തിൽ നിനക്ക് എന്തും വരട്ടെ, no matter what situation you are going through, നീ കടന്നു പോകുന്ന ജീവിത സാഹചര്യം അത് ഏതുമായിക്കൊള്ളട്ടെ, be in one mind with God. നീ ഏകഭാവമുള്ള ദൈവത്തോട് ഏകഭാവം പൂണ്ടവനെങ്കിൽ, stand in the side of the perfect will of God in your life. ജീവിതത്തിൽ ദൈവത്തിന്റെ സമ്പൂർണ്ണ ഹിതത്തിൽ നിൽക്കുന്ന ഒരു സഹോദരനോ സഹോദരിയോ എങ്കിൽ God will never fail you. ഞാൻ ഇന്ന് പകൽ വിളിച്ചു പറയുന്നു, ദൈവം നിന്നെ ഒരിക്കലും പരാജയപ്പെടുത്തുകയില്ല. This is the true Christian life. ഈ ഒരു നിറവ്, ഈ ഒരു ഉറപ്പാണ് ശരിയായ ക്രൈസ്തവ ജീവിതം. But the tragic part in the Christian society nowadays, എന്നാൽ ഇന്നത്തെ ഏറ്റവും വലിയ അത്യാഹിതം എന്ന് പറയുന്നത് lot of singing, തട്ടുപൊളിപ്പൻ പാട്ടുണ്ട്, lot of worship, ഒരുപാട് ആരാധന, ഹല്ലേലൂയ, lot of music, ഒത്തിരി കീബോർഡും ഗിറ്റാറും അതും ഇതും എല്ലാം lot ഉണ്ട്. of fasting, lot of prayer. സഭയ്ക്കകത്ത് 21 ദിവസം കഴിയുമ്പോൾ 40 ദിവസം, പിന്നെ ചെയിൻ പ്രയർ, Everything is good. ഇതെല്ലാം വേണം. I am not criticizing anything. ഞാൻ ആരെയും വിമർശിക്കുകയല്ല. Good music is good. നല്ല സംഗീതം നല്ലത് തന്നെ, Singing is good. പാട്ട് നല്ലത് തന്നെ, Prayer is good. പ്രാർത്ഥന നല്ലത്, Fasting is good. ഉപവാസം നല്ലത്. But before you do everything, respect the word of God. എന്നാൽ നീ ചെയ്യുന്നതെല്ലാം, ഇതെല്ലാം ചെയ്യേണ്ടത്, ഇതെല്ലാം ദൈവത്തിന്റെ വചനത്തെ ആദരിച്ചുകൊണ്ടായിരിക്കണമെന്ന് മാത്രം. Without respecting the word of God, no matter how much you shout and praise and sing, everything becomes vain. പ്രിയരെ, ദൈവത്തിന്റെ വചനത്തെ ആദരിക്കാതെ, ദൈവത്തിന്റെ വചനത്തെ ബഹുമാനിക്കാതെ നീ കുറച്ച് ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട് ദൈവം തമ്പുരാൻ നിന്റെ പ്രാർത്ഥനയിലേക്ക് തിരിഞ്ഞു പോലും നോക്കത്തില്ല. So before the return of Christ, the true believers of Jesus Christ, you must separate yourself from all the unclean things and you must live a holy life for God. ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക്, ആ പ്രായത്തിന്റെ സമ്പൂർണ്ണ അളവിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ അനാവശ്യമായിട്ടുള്ള സകലതിനെ നീക്കിക്കളയണമെന്നുള്ളത് സത്യം തന്നെയാണ്. എന്നാൽ അപ്പോൾ തന്നെ മറുവശമുണ്ട്. ആ ഭാഗം നമ്മൾ ധരിക്കേണ്ടതും കൂടെ ധരിക്കണം. And 2 Corinthians chapter number 6, the ending part is very familiar to all of us. നമുക്കറിയാം, 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം എല്ലാവർക്കും പരിചിതമായ വേദഭാഗമാണ്. It's a very familiar scripture. All the preachings, the pastors, they used to mention that. എല്ലാ പാസ്റ്റർമാരും തങ്ങളുടെ പ്രസംഗത്തിൽ ചേർക്കുന്ന ഒരു ഭാഗമാണ് 2 കൊരിന്ത്യർ 6-ാം അധ്യായം അവസാന വാക്യം. Be not unequally yoked with unbelievers. ഇണയില്ലാ പിണ കൂടരുത്, അവിശ്വാസികളോട് ഇണയില്ലാ പിണ കൂടരുത്. For what fellowship are the righteous and the unrighteousness? ആമേൻ. നീതിയോട് അനീതിക്ക് എന്ത് കൂട്ടായ്മ? What communion had the light with the darkness? ഹല്ലേലൂയ. വെളിച്ചത്തിന് ഇരുളിനോട് എന്ത് യോഗ്യത? What concord had the Christ with Belial? ആമേൻ. ബാലിനോട് അല്ലെങ്കിൽ എന്താണ് നമുക്ക് യോജിപ്പുള്ളത്? What part he had the believer with the infidel? നിങ്ങൾക്ക് ഈ ലോകത്തിലെ അവിശ്വാസികളോട് എന്ത് കൂട്ടായ്മയാ ഉള്ളത്? What agreements at the temple of God with idols? ആ വിഗ്രഹങ്ങൾക്ക് ദൈവാലയത്തോട് എന്ത് ചേർച്ച? Bible says you are the temple of the living God. ഇതെല്ലാം ഒരു ചോദ്യം പോലെ കൊടുത്തിട്ട് അപ്പോസ്തലൻ അവസാനം പറഞ്ഞു വെക്കുകയാണ്, നിങ്ങളല്ലയോ ദൈവത്തിന്റെ ആലയങ്ങൾ. Hallelujah. ആമേൻ. And God has said, ഇവിടെ വീണ്ടും പറയുന്നു, I will dwell in them. എന്നിട്ട് കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളിൽ വസിക്കും. I will walk in them. ഞാൻ അവരുടെ ഇടയിൽ നടക്കും. And I will be their God. ഞാൻ അവരുടെ ദൈവവും They shall be my people. അവർ എനിക്ക് എന്റെ ജനവുമാകും. This is the relationship. ഇതാണ് ബന്ധമെന്ന് പറയുന്നത്. So if this relationship is not coming,
ഇങ്ങനെ ഒരു ബന്ധം ദൈവത്തിൽ നിന്നുള്ളൊരു സാക്ഷ്യ ജീവിതം വരുന്നില്ലെങ്കിൽ, it is a time for us to correct our life with Christ. ഈ സമയം, ഈ ആഴ്ച എന്ന് പറയുന്നത് നമ്മൾ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തെ നമ്മൾ ഒന്നുകൂടെ പുനഃപരിശോധിക്കേണ്ട കാലമാണ്. And coming out of Egypt and coming out of Babylon is two things. മിസ്രൈമിൽ നിന്ന് പുറത്തു വരുന്നതും ബാബിലോണിൽ നിന്ന് പുറത്തു വരുന്നതും രണ്ടും രണ്ടാണ്. So in the Old Testament, God allowed Israelites to be in the bondage of two things. രണ്ട് കാര്യങ്ങളിൽ, രണ്ടിടത്ത് തന്റെ ജനമായ ഇസ്രായേൽ അടിമത്തത്തിൽ വീഴുവാൻ ദൈവം അനുവദിച്ചു. And coming out of the bondage of Egypt, മിസ്രൈം അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനം വരുന്നത്, and coming out of the bondage of Babylon, ബാബിലോണ്യ അടിമത്തത്തിൽ നിന്നുള്ള തിരിച്ചുവരവും. So how God handled these two situations? ഈ രണ്ട് കാര്യങ്ങളെ ദൈവം എങ്ങനെ കൈകാര്യം ചെയ്യുന്നറിയാമോ? If you read about the bondage of Egypt, നിങ്ങൾ മിസ്രൈമി അടിമത്തത്തെ കുറിച്ച് വായിച്ചാൽ, more than 400 years they were in bondage. ഏകദേശം 400 പരം വർഷങ്ങൾ അവർ അടിമത്തത്തിലായിരുന്നു. But God sent a messenger to take the people out. എന്നാൽ അവിടെ നിന്നും അവരെ കൊണ്ടുവരുവാൻ ദൈവം തന്റെ ഒരു ദൂതുവാഹിയെ അയച്ചു. So the lamb's blood was killed. ഒരു കുഞ്ഞാടിന്റെ രക്തം അറുക്കപ്പെട്ടു. That is the shadow for the blood of the Christ. ക്രിസ്തുവിന്റെ രക്തത്തിന് നിഴലായിട്ടുള്ള രക്തമാണ്. So Moses went and brought the people out of the bondage. മോശ ഈ ജനത്തെ മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്നും വെളിയിൽ കൊണ്ടുവന്നു. After the time of Ezekiel, എസെക്കിയയുടെ സമയത്തിന് ശേഷം, when people were exiled to the Babylon, അവരെല്ലാവരും ബാബിലോണ്യ പ്രവാസത്തിലായിരുന്നു. but how they came out of the Babylon? എങ്ങനെ അവർ ബാബിലോണ്യ പ്രവാസത്തിൽ നിന്നും പുറത്തു വന്നത്? Did God send any messengers? ദൈവം അവർക്ക് വേണ്ടിയിട്ട് മോശയെ അയച്ചതുപോലെ ഒരു സന്ദേശവാഹകനെ അയച്ചോ? Of course, in that bondage time, God raised some prophets. ആ സമയത്ത് ദൈവം പ്രവാചകന്മാരെ അയച്ചു. The word of the Lord came to the prophets. ദൈവത്തിന്റെ വചനം, സന്ദേശം പ്രവാചകന്മാരിലേക്ക് എത്തി. Jeremiah prophesied. യിരെമ്യാവ് പ്രവചിച്ചു. But at the same time, another man, Ananias, was always prophesying against what the Jeremiah is telling. നമുക്കറിയാം, നമ്മൾ വചനം വായിക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്, യിരെമ്യാവ് എന്ത് പ്രവചിക്കുന്നു അതിന് നേരെ വിപരീതമായിട്ടുള്ള കാര്യമാണ് ഹനന്യാവ് പ്രവചിച്ചത്. And Zechariah was prophesying. Haggai was prophesying. സക്കരിയാവും ഹഗ്ഗായിയും പ്രവചിച്ചു. The lot of prophets they came. നമുക്കറിയാം, പ്രവാസകാലത്ത് പ്രവചിച്ച ഒരുപാട് പ്രവാചകന്മാരുണ്ട്. But God never sent any messenger like Moses to deliver the people out of Babylon. മിസ്രൈമിൽ കിടന്നതായ ഇസ്രായേൽ ജനത്തെ വിടുവിക്കാൻ മോശയെ അയച്ചതുപോലെ ഒരു സന്ദേശവാഹകനെ അങ്ങോട്ട് ദൈവം ദൂതുവാഹിയെ അയച്ച് അവരെ വിടുവിച്ചില്ല. But in the Old Testament, what the scripture says? എന്നാൽ പഴയ നിയമത്തിൽ ഒരു വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, O daughter of Zion, അല്ലയോ സിയോൻ പുത്രിയെ, who lives in the midst of the Babylon, ബാബിലോണിന്റെ നടുവിൽ കിടക്കുന്ന സിയോൻ പുത്രിയെ, deliver yourself. നീ നിന്നെ തന്നെ വിടുവിക്ക. I will never send any deliverer. ആമേൻ. എനിക്കിനിയും ഒരു വിമോചകനെ അയക്കാൻ പറ്റുകയില്ല. You deliver you come out of her. ബാബിലോണ്യ പ്രവാസത്തിൽ കിടക്കുന്ന ജനത്തോട് പറയുക, നീ സ്വയം പുറത്തു വരിക. Coming out of Egypt is totally different coming out of Babylon. നിങ്ങൾ ചിന്തിക്കണം, മിസ്രൈമിൽ കിടന്ന ജനത്തെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്നതുപോലെയല്ല ബാബിലോണ്യ പ്രവാസത്തിൽ കിടന്ന ജനത്തെ ദൈവം പുറത്തു കൊണ്ടുവന്നത്. My dear brothers and sisters, this morning, എന്റെ പ്രിയ സഹോദര സഹോദരി, it is very sure God delivered you out of Egypt. നിന്നെ മിസ്രൈമ്യ അടിമത്തത്തിൽ നിന്നും ദൈവം വിടുവിച്ചു എന്നുള്ളത് ഉറപ്പാണ്. The God's deliverance came to your life by the blood of Jesus Christ. യേശുക്രിസ്തുവിന്റെ അല്ലെങ്കിൽ കുഞ്ഞാടിന്റെ രക്തത്താൽ നിനക്ക് ഒരു വിമോചനം അവിടെ ഉണ്ടായി. The love of God and came and touched your life. ദൈവത്തിന്റെ സ്നേഹം നീ കിടന്ന ആ അധമ പാതാളത്തിൽ എത്തിച്ചേർന്നു. His grace, mercy, love took you out of Egypt. ആമേൻ. ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ കൃപയും അവന്റെ മഹാസ്നേഹവും മിസ്രൈമ്യ അടിമത്തത്തിൽ കിടന്ന നിന്നെ അതിൽ നിന്നും പുറത്തു കൊണ്ടുവന്നെങ്കിൽ, But this morning, if you feel yourself that you are in a bondage of Babylon, ഇന്നും നീ
മറ്റൊരടിമത്തത്തിലാണ്, ഒരു ബാബിലോണിയ അടിമത്തത്തിലാണ് ഞാൻ ആയിരിക്കുന്നതെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, it is a time for you to deliver you out of Babylon. ഇന്ന് ഈ സമയം ദൈവത്തിന്റെ വചനം നിന്നോട് പറയുന്നു, അല്ലയോ സിയോൻ പുത്രിയെ, നിന്നെ തന്നെ വിടുവിക്കാം. That's why Paul is writing 2 Corinthians 6:17. He says, അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 6-7 അധ്യായങ്ങളിലും അപ്പോസ്തലൻ പറയുന്ന കാര്യങ്ങൾ. wherefore come out from among them, ആമേൻ, അവരുടെ ഇടയിൽ നിന്നും പുറപ്പെട്ടു വരിക, and be ye separate, ആമേൻ, വേർപെട്ടിരിക്കുക, saith the Lord, ആമേൻ, രക്ഷ പ്രാപിക്കുക, and touch not unclean things, അശുദ്ധമായതൊന്നും തൊടരുത്, I will receive you, അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് I will be a father unto you, ഞാൻ നിങ്ങൾക്ക് അപ്പന you പിതാവായും, shall be as sons and daughters to me, saith the Lord of Almighty. ആമേൻ, യഹോവ ഇങ്ങനെ അരുളി ചെയ്യുന്നു, കർത്താവ് ഇങ്ങനെ അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങൾക്ക്, ആമേൻ, നിങ്ങൾ എൻ്റെ പുത്രി പുത്രന്മാരായിരിക്കും. If you read about the Babylon in the book of Revelation, നമ്മൾ ഈ ബാബിലോണിയ പ്രവാസത്തെ കുറിച്ച് വചനത്തിൽ വായിക്കുമ്പോൾ, that she has got a vessel full of she has some kind of liquor like that. അവിടെ ആ ഭാഗത്ത് പറയുന്നത് വീഞ്ഞു നുരച്ചിരിക്കുന്ന ഒരു പാത്രം. She pours that vessel. അവൾ ബാബിലോണിയ പ്രവാസത്തിൽ കിടക്കുന്ന ജനത്തെ കുറിച്ച് പറയുന്നത് എന്താണെന്നറിയാമോ? അവൾ ഇങ്ങനെ നുരയുന്നതായ ആ മത്തു പിടിക്കുന്ന ഇത് ഒഴിച്ചോണ്ടിരിക്കുക, പകർന്നോണ്ടിരിക്കുക. And John is writing in the book of Revelation. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ അത് പറയുന്നുണ്ട്. And all the kings and the kingdoms, they drank that water. അവളുടെ ആ മത്തു പിടിക്കുന്നതായ വീര്യത്തിൽ നിന്നും ഭൂമിയിലെ രാജാക്കന്മാരും രാജ്യങ്ങളും അത് കുടിച്ചു എന്ന് വായിക്കുന്നു. So those who are not drinking, അതുകൊണ്ട് കുടിക്കാത്തവര്, that Babylon is very angry on them. ഈ അവള് പകരുന്ന വീര്യത്തെ, പകരുന്ന മദ്യത്തിൽ നിന്നും കുടിക്കാത്തവരോട് ബാബിലോണിന് അതിഭയങ്കരമായ കോപമാണ് ഉള്ളത്. But unfortunately, even the church also drank that thing. എന്നാൽ ഈ അവിടെ ഉണ്ടായിരുന്ന ആ ന്യായാധിപൻ പോലും കുടിച്ചു എന്നുള്ളതാണ്. That deception is in the church. സഭയുടെ അകത്ത് ചതിവ്, വഞ്ചനയുണ്ട്. They have the image of godliness, but they are denying the power of God. നമുക്കറിയാം, ദൈവഭക്തിയുടെ വേഷം ധരിച്ച്, ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവർ. Paul is writing very clear, they have the form of godliness. ആമേൻ. പൗലോസ് വ്യക്തമായിട്ടും എഴുതിയിരിക്കുന്ന ഒരു കാര്യം വായിച്ചു നോക്കിക്കേ, ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവർ. So in the Christian society nowadays a lot of deception is going on. അതുകൊണ്ട് ക്രൈസ്തവ സഭയ്ക്കകത്ത്, ക്രിസ്തീയ സമൂഹത്തിനകത്ത് ഒരുപാട് വഞ്ചന, ചതിവ് നടക്കുന്നുണ്ട്. People, they are not trying to understand the difference between the right hand and the left hand. ആളുകൾക്ക് ഈ ഇടംകൈ ഏതാ വലംകൈ ഏതാന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത നിലയിൽ ആ പരുവത്തിലായിരിക്കുകയാണ്. Lot of these charismatic television preachers, they come and bluff anything they want. ഇപ്പൊ ടെലിവിഷൻ തുറന്നു കഴിഞ്ഞാലുണ്ടല്ലോ, സൂട്ടിട്ടത്, കോട്ടിട്ടത്, തൊപ്പി വെച്ചത് ഒക്കെ പ്രസംഗകരിങ്ങനെ കരിസ്മാറ്റിക് പ്രസംഗകരിങ്ങോട്ട് വന്നിട്ട് എന്തൊക്കെയാ പറയുന്നത് നമ്മൾ നോക്കിക്കേ. But 2019, when the year begins, all these so-called prophets, they spoke lot of things. 2019 തുടങ്ങിയപ്പോൾ ജനുവരി മാസം 1-ാം തീയതി അവര് വരാൻ പോകുന്ന വർഷത്തെക്കുറിച്ച് പ്രവചിച്ച പ്രവചനങ്ങൾ ഭയങ്കരമായിരുന്നു. In that same 2019, in that same January, in some of the conventions, I condemned all those prophecies. ആമേൻ. ആ 2019 ജനുവരി മാസത്തിലെ ചില കൺവെൻഷനുകളെ ഞാൻ നിശിതമായിട്ട് വിമർശിച്ചത് ഓർക്കുന്നു. But many people might have thought, oh, who is this fellow, small fellow came from Chennai and he's scolding everybody. എന്നാൽ ഈ പറയപ്പെടുന്ന കൺവെൻഷനുകളെ വിമർശിച്ചപ്പോൾ ആളുകൾ പറഞ്ഞ്, വേണ്ട, ഒരുത്തൻ ചെന്നൈയിൽ നിന്ന് വന്നിട്ട് ഞങ്ങളെ എല്ലാം കുറ്റം പറഞ്ഞിട്ട് പോയെന്ന് പറഞ്ഞു. I don't have any personal problem with those preachers. ഈ പ്രസംഗകരോട് എനിക്ക് വ്യക്തിപരമായി യാതൊരു പ്രശ്നമുള്ള ആളല്ല. My problem is what you are telling.
ആമേൻ. അവര് പറയുന്നതിനോട് മാത്രമേ എനിക്ക് പ്രശ്നമുള്ളൂ. Oh, they think the whole world is going to become upside down. ആമേൻ. അവരുടെ ധാരണ എന്താണെന്നറിയാമോ? ഇവൻ ഇങ്ങോട്ട് മൈക്കെടുത്ത് പ്രസംഗിച്ച് കഴിയുമ്പോൾ മുഴു ലോകത്തെയും കീഴ്മേൽ മറിക്കാവെന്നോർത്ത പ്രസംഗകര് പ്രസംഗിക്കുന്നത്. First you listen to their preaching. ഒന്ന്, ആദ്യം നിങ്ങൾ അവരുടെ പ്രസംഗം ഒന്ന് കേക്ക്. Then you will listen to my preaching. എന്നിട്ട് നിങ്ങൾ എന്റെ പ്രസംഗം പിന്നീട് കേക്ക്. According to whose preaching, the 2020 gone. ആമേൻ. നിങ്ങൾ സത്യസന്ധമായിട്ട് പറയണം, അവരുടെ പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നോ പ്രസംഗിച്ചതുപോലായിരുന്നോ, അതോ ഞാൻ പ്രസംഗിച്ചതുപോലായിരുന്നോ 2020 പോയത്? In 2019 June itself the corona started. 2019 അതാകും ഇതാകും തലയാകും വാലല്ല തലയാകും മറ്റേതാകും മറിച്ചതാകും എന്ന് പറഞ്ഞു വരുന്നപ്പോൾ ജൂൺ മാസം എത്തിയപ്പോൾ തന്നെ കൊറോണ ചേച്ചി വന്നു കഴിഞ്ഞു. To India it entered only in the beginning of 2020. നമുക്കറിയാം ചൈനയിൽ കൊറോണ 2019 COVID-19 വന്നു. പക്ഷെങ്കിൽ ഇന്ത്യയിൽ വന്നപ്പോൾ ജനുവരി മാസം 2020 ആയെന്ന് മാത്രമേ ഉള്ളൂ. Even 2020 conventions also in the beginning of January I said don't believe these bluffers. കൊറോണ വന്നതിന് ശേഷവും കോവിഡ് കണ്ടമാനം ബാധിച്ചതിന് ശേഷവും നമ്മുടെ ഇവിടുത്തെ കുറച്ച് ടെലിവിഷൻ കരിസ്മാറ്റിക് പ്രസംഗകര് പറഞ്ഞു ഇത് ഭയങ്കര വർഷമായിരിക്കുമെന്ന്. പക്ഷെങ്കിൽ അവസാനം വന്നു കഴിഞ്ഞപ്പോൾ അറിഞ്ഞു ഭയങ്കരമായെന്ന്. He was my translator. എൻ്റെ അന്ന് അദ്ദേഹം പ്രസംഗിച്ച പ്രസംഗത്തിന്റെ പരിഭാഷകൻ ഇദ്ദേഹം തന്നെയായിരുന്നു. Exactly it happened what I said. ഞാൻ അന്ന് അവിടെ പ്രസംഗിച്ചത് എന്താണോ അത് തന്നെയാ 2020 സംഭവിച്ചതും. But I am not a prophet. I didn't prophesy. I preached the word of God. ഞാൻ പ്രവാചകനോ അല്ലെങ്കിൽ കാര്യങ്ങളെ വിലയിരുത്തുന്ന ഒരു ദീർഘദർശിയോ ഒന്നും അല്ലെങ്കിലും വചനം എന്തു പറയുന്നു അത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. So this is the time people are not finding the difference. പ്രിയരെ, എന്താണ് പ്രസംഗകർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് തിരിച്ചറിയണം. ഇടം കൈയും വലം കൈയും എന്താണെന്ന് തിരിച്ചറിയാനുള്ള പ്രായോഗിക ജ്ഞാനമെങ്കിലും നമുക്ക് വേണം. The Christian religion and true godliness, what is the difference? ഈ ശരിയായ ഭക്തിയും ക്രിസ്തു മതവും തമ്മിലുള്ള വ്യത്യാസം എന്നതാണ്? The Christian religion can sing well, they pray well, they fast well, they shout well, they worship well, they do everything well. ക്രിസ്തീയ മതമാണെങ്കിൽ നല്ല പാട്ടായിരിക്കും, പെർഫോമൻസ് ആയിരിക്കും, നല്ല ഒന്നാം തരം ഇടപാടുകളായിരിക്കും സ്റ്റേജിൽ നടക്കുന്നത്. ദീർഘസമയം നിന്ന് വേണേൽ പ്രാർത്ഥിക്കാം, ഉപവസിച്ച് കാണിക്കാം, എന്തു വേണേലും ചെയ്യാം. മതമല്ലേ? But the true godliness also will do the same thing. എന്നാൽ ഭക്തി, ആ ഭക്തിക്കകത്തും ഇതൊക്കെ ഉണ്ട്. പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, ഉപവാസമുണ്ട്. But the minor difference is there, but is the huge difference. ഇത് തമ്മിലുള്ള ഒരു ചെറിയ നേരിയ വ്യത്യാസം എന്ന് പറയുന്നത് അത് തന്നെ ഒരു വലിയ വ്യത്യാസമാണ്. True godliness will never accept things which is controversy to the word of God. ശരിയായ ഭക്തിയുടെ ലക്ഷണം എന്താണെന്ന് ഞാൻ പറയാം. ദൈവവചനത്തിന് വിരോധമായിട്ടുള്ള ഒരു കാര്യത്തെയും അവർ അംഗീകരിക്കത്തില്ലെന്നുള്ളതാണ്. Because its heart is really totally 100% with God. കാരണം യഥാർത്ഥ ഭക്തിയാണ്. ക്രിസ്തീയ മതത്തിന്റെ ഭാഗമല്ലെങ്കിൽ അവരുടെ ഹൃദയം ദൈവവുമായിട്ട് നേർരേഖയിലായിരിക്കും. So the lot of things, the religious things are in the form of godliness. ഈ ഇന്നത്തെ ഒരു സമൂഹത്തിലെ ഒരു പ്രത്യേകത ഭക്തിയുടെ വേഷമാണ്, പക്ഷേ അതിനകത്തൊരു ശക്തിയില്ല. It looks like godliness but there is no God. ഭക്തിയുടെ എല്ലാ ലക്ഷണവും ഉണ്ട്, പക്ഷേ അതിനകത്തൊരു ഭക്തിയില്ല. Where is God? എവിടാ ദൈവം? God is in his word. വചനത്തിലാ, തന്റെ വചനത്തിലാ ദൈവം. But if you accept the word as it is, God is with us. ഹല്ലേലൂയ. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള നിലയിൽ തന്നെ ദൈവത്തെ വചനത്തെ നമ്മളൊന്ന് അംഗീകരിച്ച്. So this is the true Christian life. ശരിയായ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. And Bible says Lord of the works of the flesh is always manifest. ഈ ജഡത്തിന്റെ പ്രവൃത്തി അത് എപ്പോഴും വെളിപ്പെടും. It will ask a lot of things. അത് ഒരുപാട് കാര്യങ്ങൾ ആവശ്യപ്പെടും. If you read the Galatians
chapter number 5, from verse number 19. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ, Now the work of the flesh are manifest, which are adultery, fornication, uncleanness, lasciviousness, idolatry, witchcraft, hatredness, variance, emulsions, and wrath, strife, seditions, and heresies. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, വെറിക്കൂത്ത്, മദ്യപാനം, Envying, murderers, drunkenness, reviling, all such like this, of which I tell you before, as I have told you in the time past, they that which do such things shall not inherit the kingdom of God. അവിടെ അസൂയയുണ്ട്, മദ്യപാനമുണ്ട്, വെറിക്കൂത്തുണ്ട് എന്നിവ മുതലായവ വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് So പറയുന്നുവെന്ന്. these are the works of the flesh. ഇതൊക്കെ ജഡത്തിന്റെ പ്രവർത്തികളാണ്. But the fruit of the Spirit, what it says? എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? The fruit of the Spirit is the love, joy, peace, long suffering, gentleness, goodness, faith, and meekness, temperance. Against such there is no law. ഹല്ലേലൂയ. ആത്മാവിന്റെ പ്രവൃത്തികൾ എന്തൊക്കെയാണ്? ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. So why people are not able to come out of the works of flesh into the fruit of the Spirit? ഈ കാലത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ജഡത്തിന്റെ പ്രവൃത്തികളിൽ നിന്ന് മോചിതരായി ജനം ആത്മാവിന്റെ ഫലത്തിലേക്ക് എന്തുകൊണ്ട് എത്തപ്പെടുന്നില്ല? What is hindering them? എന്താ അവരെ തടയുന്നത്? What is bothering them? അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്താണ്? They may give lot of explanation. അവര് വേണമെങ്കിൽ ഒരുപാട് വിശദീകരണങ്ങൾ നൽകിയേക്കാം. But the truth is, സത്യം ഇതാണ്, there nobody is hindrance except themselves. അവര് സമ്മതിച്ചു കൊടുക്കാത്ത ഒറ്റ കാര്യമേ ഉള്ളൂ, അവര് നാട്ടുകാരെ അടച്ചു കുറ്റം പറയും, അവര് കാരണം ഇവര് കാരണമാണെന്ന്. പക്ഷെ ഇവൻ കാരണമാണെന്നല്ലേ നമ്മൾ കാരണമാണ് നമ്മൾ ഒരിക്കലും സമ്മതിക്കത്തില്ല. And moreover the Bible says, വചനം പറയുന്നത്, they that are Christ have crucified the flesh with affection and lust. ആമേൻ. അടുത്ത വാക്യം നോക്കിക്കേ, ഗലാത്യ ലേഖനം 5-ാം അധ്യായം 24-ാമത്തെ വാക്യം, ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. So the lust means it is not just like looking at the woman and wrong things. Not only that, anything which is against the will of God, making your attraction towards that, it is a lust, and which is the thing against God. ജഡമോഹം എന്ന് പറയുന്നത് കേവലം ഇപ്പൊ ഒരു സ്ത്രീ അതിലേ പോയി ആ സ്ത്രീയെ ഇങ്ങനെ കുറച്ചു നേരം നോക്കി നിൽക്കുന്നത് മാത്രമല്ല, ദൈവത്തിന്റെ വചനത്തിൽ നിന്നും നമ്മെ അട്രാക്ട് ചെയ്ത് ആകർഷിച്ച് ഇതിൽ നിന്നും നമ്മളെ മാറ്റിക്കൊണ്ടു പോകുന്നത് എന്താണോ, അതൊരു പണമായിരിക്കാം, സൗഭാഗ്യമായിരിക്കാം, നമ്മളെ വചനത്തിൽ നിന്ന് ആകർഷിച്ചു കൊണ്ടുപോകുന്ന എന്തും ജഡമോഹമാണ്. So those who are in Christ, they put their flesh and fleshly lust everything under the control of God. എന്നാൽ ക്രിസ്തുയേശുവിനുള്ളവർ ചെയ്യുന്ന എന്താണെന്നറിയാമോ? ജഡമുണ്ട്, പക്ഷെ ആ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ യേശുവിനെ ക്രൂശിൽ തറച്ച ആണി പോലെ അതിനെ അടിച്ചു തറച്ചു വെക്കും. So if the self will didn't die, you cannot walk with God. നിങ്ങളുടെ സ്വയം നിങ്ങളിൽ മരിക്കുന്നില്ലെങ്കിൽ, അത് ചാകുന്നില്ലെങ്കിൽ ക്രിസ്തുയേശുവിനെ പ്രസാദിപ്പിക്കുവാൻ ആർക്കും കഴിയുകയില്ല. So if we both are traveling together, ഇപ്പം ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നു എന്ന് വിചാരിക്കൂ. let me say he is God, I am a man. ഞാൻ പറയുകയാണ്, ഇദ്ദേഹം ദൈവവും ഞാൻ മനുഷ്യനുമാണ്. So he says, the God says, let us go to Chennai. അപ്പം ദൈവം പറയുന്നു നമുക്കിന്ന് ചെന്നൈക്ക് പോകാം. But I say, let me go to Trivandrum. അന്നേരം ഞാൻ പറയുകയാണ്, ചെന്നൈക്ക് പോകണ്ട, ട്രിവാൻഡ്രം പോകാം. So now who has to give up? ഇപ്പം ആരുടെ മോഹമാ വിജയിച്ചത്? നിങ്ങൾക്ക് തിരുവനന്തപുരത്തിന് പോകണം. Is God has to change his idea to my decision, or I have to change my decision to God? ആരുടെ തീരുമാനമായിരിക്കും മാറുന്നത്? എൻ്റെ തീരുമാനമനുസരിച്ച് ദൈവത്തിൻ്റെ തീരുമാനത്തെ മാറ്റണോ, അതോ ദൈവത്തിൻ്റെ തീരുമാനത്തിനനുസരിച്ച് ഞാൻ എൻ്റെ തീരുമാനത്തെ മാറ്റണോ? Nowadays people are expecting God to change his mind.
ആളുകൾ ധരിക്കും നമ്മുടെ മിടുക്കന്മാരും മിടുക്കുകളും ചിന്തിക്കുന്ന എന്താണെന്നറിയാമോ? ഞാൻ പറഞ്ഞതുപോലെ ഞാൻ വരച്ച വരയ്ക്കകത്ത് ദൈവം വരണമെന്നുള്ളതാണ്. God is always perfect and strong in his decision. സ്നേഹിതരെ, പ്രിയരെ, ദൈവം ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ, അവൻ ഒരു കാര്യം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ദൈവമാണ്. Never try to pull God to your direction. അവൻ നിനക്ക് ബോധിച്ച സ്ഥലത്തേക്ക് ദൈവത്തെ വലിച്ചോണ്ട് വരാമെന്ന് നീ ഒരിക്കലും വ്യാമോഹിക്കേണ്ട. Be loose to God to take you into his direction. ദൈവത്തിങ്കലേക്ക് നീ നിന്നെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക്. അങ്ങോട്ട് ചാഞ്ഞു എത്തിക്കേണ്ടിടത്ത് അവൻ നിന്നെ എത്തിക്കും. But nowadays what is the thing? പക്ഷേ ഇപ്പോഴത്തെ കുഴപ്പം എന്താണെന്നറിയാമോ? The good preachers, the right preachers, they are always pushing the people to the direction of God. ഹല്ലേലൂയ. നല്ല പ്രസംഗകര് ജനത്തെ ദൈവത്തിങ്കലേക്ക് ഇങ്ങനെ കൊണ്ടുപോകും. Follow him, go with God, be under his will. നല്ല പ്രസംഗകരുടെ ലക്ഷണം എന്ന് പറയുന്നത് ദൈവത്തിങ്കലേക്ക് പോകുക, അവന്റെ പിന്നാലെ പോവുക, അവനെ അനുസരിക്കുക, അവന്റെ കൽപ്പന ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞവരെ കൊണ്ടുപോകുന്നു. But modern preachers, എന്നാൽ ഇന്നത്തെ ആധുനിക പ്രസംഗകരോ, oh, you want to go to Trivandrum? നിനക്ക് പോകേണ്ടത് തിരുവനന്തപുരത്തേക്കാണോ? I will speak to God. നിനക്ക് ദൈവത്തോട് സംസാരിക്കാം. Then find next Sunday he will prophesy. മാത്രമല്ല അടുത്ത ഞായറാഴ്ചയാകുമ്പം നീ ഒരു കീറം പ്രവചനം കൂടെ അങ്ങോട്ട് കൊടുക്കും. Oh, brother and sister who are sitting in the last seat, ആ ഏറ്റവും അങ്ങേയറ്റത്ത് മഞ്ഞ ഷാളിട്ടിരിക്കുന്ന സഹോദരിയോട് ദൈവാത്മാവ് പറയുന്നു, oh, since long time back you are trying to go to Chennai, but God is telling today to go to Trivandrum. Thus saith the Lord. ഇപ്പോഴത്തെ പ്രവാചകന്മാരെ കൊണ്ട് വന്ന് മൈക്കെടുത്തിട്ട് പറഞ്ഞു, ആ സഹോദരി മകളെ, നീ നാളുകളായിട്ട് ചെന്നൈക്ക് തിരുവനന്തപുരത്തിന് പോകാനായിരുന്നു ആഗ്രഹം, പക്ഷെ ഇതുവരെ നടക്കാതെ പോയ കാര്യം ഈ ആഴ്ച തന്നെ നിനക്ക് നടക്കാൻ പോകുന്നു. ഇത് കേൾക്കുമ്പോ ജനമുണ്ടല്ലോ അങ്ങ് ചാടി മുള്ളല നിൽക്കുന്നത്. He will jump and come till the pulpit. ഇതൊക്കെ കേൾക്കുമ്പം ജോണി ഡേവിസ് പറയുന്നത് കേൾക്കുമ്പം ചാടത്തില്ല, പക്ഷേ മകളെ നിന്നെ ഞാൻ വാലല്ല തലയാക്കുമെന്ന് പറയുമ്പോണ്ടല്ലോ ചാടി സഹോദരി സ്റ്റേജേ വരും. This is a time to be very careful. സഹോദരന്മാരെ, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണിത്. This is the time to submit our self-will in the altar of God. ദൈവഹിതത്തിന് എതിരായിട്ട് സഞ്ചരിക്കുമ്പോൾ, അത് നല്ലതാണെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അതിനനുസരിച്ച് കൈകൊട്ടി പോവുകയല്ല. ഞാൻ ദൈവത്തിനെതിരായി പോകുന്നു എന്നുള്ള ചിന്ത വന്നിട്ട് കർത്താവേ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്നുള്ളൊരു സമർപ്പണ ബോധത്തിലേക്ക് എത്തുന്നതാണ് യഥാർത്ഥ ക്രൈസ്തവ ജീവിതം. That's why Paul was warning in the book of Timothy, book number 2. അതുകൊണ്ട് 2 തിമോത്തിയോസിന്റെ ലേഖനത്തിൽ അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞത്, chapter number 4 and 3-4 says, ആമേൻ, 4-ാം അധ്യായം 3-ാം വാക്യത്തിൽ, people they never listen to the sound doctrine. ആമേൻ, ആ പത്യോപദേശത്തിന് ഒരിക്കലും ആളുകൾ ചെവി കൊടുക്കത്തില്ല. With the itching ears. ആമേൻ, കർണരസകമാകുമാർ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ ചെവിക്കകത്ത് നല്ലൊരു സുഖം വരുന്നതാണെങ്കിൽ അത് കേട്ടിരിക്കും. They live in their own lust. തങ്ങളുടെ സ്വന്തം മോഹങ്ങളിൽ അതേ ജീവിക്കുന്ന. They go after the teachers and preachers who are encouraging that kind of thing. ആമേൻ, ഇവരുടെ തോന്നിയാവാസങ്ങളെ വളരെയധികം ഉത്സാഹിപ്പിക്കുന്ന പ്രസംഗകരുടെ ഉപദേഷ്ടാക്കന്മാരുടെ പുറകെ പോകുന്ന ഒരു തലമുറ. But the true bride of Jesus Christ, എന്നാൽ ക്രിസ്തുവിന്റെ ശരിയായ മണവാട്ടി, she was saved. അവൾ രക്ഷിക്കപ്പെട്ടവൾ. She was washed by the blood of Jesus Christ. ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവൾ. She was anointed by the Holy Ghost. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവൾ. She was sealed by the Holy Ghost. പരിശുദ്ധാത്മാവിനാൽ മുദ്രയേറ്റവൾ. She was totally surrendered her life to the perfect will of God. ദൈവത്തിന്റെ സമ്പൂർണമായ ഹിതത്തിനായി മാത്രം സമർപ്പിതയായ ഒരു മണവാട്ടി. No matter what direction God is taking her, ആമേൻ, അവളെ കൊണ്ടുപോകുന്നത് ഏത് ദിശയിലേക്കാണെങ്കിലും she never wants God to follow her, but she follows God all in her life. തന്റെ ജീവിതത്തിൽ ദൈവത്തെ അവൾ അനുഗമിച്ചത് കൊണ്ട് അവൾ പോകുന്ന എല്ലാ ഇടങ്ങളിലും ദൈവം അവളോട് കൂടെ അനുധാവനം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവൾ. Since her commitment being right with God, ദൈവവുമായിട്ട് ശരിയായ ഒരു ആ ബന്ധം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് when കൊണ്ട് she started to walk
അടിസ്ഥാനത്തിലും, according to Psalm 23, ആ സങ്കീർത്തനം 23ന്റെ അടിസ്ഥാനത്തിൽ the goodness and mercy is following all the days of our life. ദൈവത്തെ അനുഗമിച്ചതായ ദൈവവൈതലിനെ 23ാം സങ്കീർത്തനം പറയുന്നു, നന്മയുടെയും കരുണയുടെയും പുറകെ നീ പോകുമെന്നല്ല, നന്മയും കരുണയും നിന്റെ ജീവകാലമൊക്കെയും നിന്നെ പിന്തുടരും. If your focus and direction is right with God, നിന്റെ നോട്ടവും ശ്രദ്ധയും അത് സമ്പൂർണ്ണമായും ദൈവത്തിങ്കിലേക്ക് മാത്രമെങ്കിൽ, you don't need to go after the goodness. നീ ഒരിക്കലും ഒരു നന്മയുടെയും പുറകെ പോകേണ്ട കാര്യമില്ല. But the goodness will follow you and chase you. ദൈവത്തെ അനുഗമിക്കുന്ന ദൈവവൈതലെ നിന്റെ പുറകെ നന്മയും കരുണയും നിന്നെ അനുഗമിക്കും. Because God is faithful to bless His church. കാരണം തന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുക എന്നത് ഒരപ്പൻ എന്ന നിലയിൽ ദൈവത്തിന്റെ കർമ്മ പരിപാടിയാണ്. So this is the formula to receive the God's blessing. ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ ഒരു മാതൃക ഇതാണ്. The many people, they are not telling this kind of a right formula. ആമേൻ. ശരിയായ ഫോർമുല ഒരിക്കലും ആരും പറഞ്ഞു തരത്തില്ല. If you submit yourself for the will of God, ദൈവഹിതത്തിനായി നിന്നെ തന്നെ നീ സമർപ്പിച്ചാൽ, my God shall bless you with all His goodness. Hallelujah. According to His richness. വചനത്തെ അനുസരിക്കുന്ന ഒരു ദൈവവൈതലിനെ എന്ത് അനുഗ്രഹം കൊണ്ടാ ദൈവം അനുഗ്രഹിക്കാതെ പോകുന്നത്? The God that you serve, He knows your need better than you. ഹല്ലേലൂയ. ദൈവത്തെ സേവിക്കുന്ന ഒരു വ്യക്തിയുടെ ആവശ്യം നിനക്ക് നിന്നെ കുറിച്ച് അറിയാവുന്നതിനേക്കാൾ നന്നായി അറിയുന്ന ഒരു പിതാവ് നിനക്കുണ്ട്. You always make your need as a petition according to what situation you are going through. നീ കടന്നു പോകുന്ന സാഹചര്യത്തിനനുസരിച്ചായിരിക്കണം നിന്റെ ആവശ്യങ്ങൾ ദൈവത്തോട് ഓർപ്പിക്കേണ്ടത്. But my God, എന്നാൽ എൻ്റെ ദൈവമോ, His providing is not according to your present situation. നിന്റെ താൽക്കാലിക വർത്തമാനകാല സാഹചര്യത്തെ മാത്രം പരിഗണിച്ചുകൊണ്ടല്ല അവൻ നിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത്. But God knows your life till the end. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിന്റെ അവസാനം എന്താകുന്നുവെന്ന് ആരംഭത്തിൽ തന്നെ അറിഞ്ഞോണ്ട അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. What is your problem is going to be tomorrow. നാളെ നിനക്ക് എന്ത് സംഭവിക്കും എന്നും കൂടെ ഉള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് മുൻകൂട്ടി നിന്റെ ആവശ്യങ്ങളെ ദൈവം നൽകുന്നത്. What is your need in the next week? അടുത്ത ആഴ്ച നിനക്ക് എന്ത് ആവശ്യം ഉണ്ടാകും എന്ന് കണക്ക് കൂട്ടിക്കൊണ്ട What would be your situation in next month, next year? അടുത്ത വർഷം 2022 നിന്റെ ജീവിത സാഹചര്യം എന്തായിരിക്കുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട നിന്റെ സാഹചര്യങ്ങൾക്ക് വ്യത്യാസം വരുത്തുക. You can do things according to the past and the present, but God can do things according to the future. മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ഭൂതകാലവും നമ്മുടെ വർത്തമാനകാലത്തിന്റെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോന്നും ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ദൈവമോ നിന്റെ ഭാവിയെ കുറിച്ച് കരുതിക്കൊണ്ട് അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. This is the time, come and reconcile with God. ആമേൻ. പ്രിയരെ, കർത്താവിനോട് ഹല്ലേലൂയ നിരക്കുവാനുള്ള സമയം ഇതാണ്. Many people's life, things are getting delayed because God is waiting for a time for their life to submit to the perfect will. നീ പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടും കാര്യങ്ങളുടെ അതിന്റെ സമാപ്തി പൂർത്തീകരണം വരാത്തതിന്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം ആഗ്രഹിക്കുന്ന ഒരു ജീവിത ശൈലി ഇതുവരെ നിനക്ക് വന്നിട്ടില്ല. അതെപ്പോൾ വരുമോ അപ്പോൾ നിന്റെ വിഷയങ്ങളിൽ ദൈവം ഇടപെടും. God is always faithful. നമ്മുടെ കർത്താവ് എപ്പോഴും അവൻ വിശ്വസ്തനാണ്. Enoch walked with God. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. And he was blessed. അവൻ അനുഗ്രഹിക്കപ്പെട്ടു. He was blessed on the earth. He was blessed on the earth. ഈ ഭൂമിയിൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടു. At the same time he was blessed in heaven. ഇവിടെ മാത്രമല്ല, അതേ സമയം അവൻ അവിടെയും നിത്യതയിലും അനുഗ്രഹിക്കപ്പെട്ടു. This is the time for you to take a right decision. സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കന്മാരെ, കുഞ്ഞുങ്ങളെ, ദൈവമായിട്ട് ഒരു ശരിയായ ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള സമയം ഇതാണ്. Just kill and bury your self will in the altar of Jesus Christ. നിന്റെ സ്വാർത്ഥ മനോഭാവം, നിന്റെ സ്വയം ഇന്ന് അതിനെ കൊന്ന് കുഴിച്ചു മൂടാനുള്ള ഒരു സമയമാണിത്. And come to an agreement with your Savior.
നിന്റെ രക്ഷകനുമായി ഒരു വലിയ ബന്ധത്തിലേക്ക്, ഒരു യോജിപ്പിലേക്ക് വരിക. The God that you serve is such a loving God. നാം സേവിക്കുന്നവൻ എത്ര സ്നേഹവാനായ ഒരു ദൈവമാണെന്നറിയാം. Such an incomparable God. തുല്യം ചൊല്ലാനില്ലാത്ത, Nobody is like Jesus. ആമേൻ, തുല്യം ചൊല്ലാനില്ലാത്ത Nobody. യേശുവിനെ പോലെ വേറെ ഒരുവൻ ഇവിടെ ഉണ്ടോ? Nobody is like Jesus. എന്റെ യേശുവിനെ പോലെ തുല്യം ചൊല്ലുവാൻ കഴിയുന്നവൻ ആരുണ്ട് ഇവിടെ? Are you ready to walk with him? ഇന്ന് അവനോട് കൂടെ നടക്കുവാൻ പ്രിയ സഹോദര സഹോദരി താങ്കൾ തയ്യാറാണോ? May the Lord bless you. ഇന്ന് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. I'll continue the same thing in the evening. വൈകുന്നേരം ഇതേ സന്ദേശം തുടരുന്നതാണ്. May the Lord bless you all in Jesus' name. കർത്താവ് നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം.